ബാബാജി നമസ്തേ. അബാക് ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ചണ്ടാള ബാബ എന്ന് കേൾക്കുമ്പോൾ കേരളത്തിനകത്ത് ഒരുപാട് സ്വരങ്ങളാണ്. നമ്മൾ നേരിട്ട് സംവാദിക്കാനുള്ള ഭാഗ്യമുണ്ടായി. കഴിഞ്ഞ ഗുരുപരമ്പരയിൽ നമ്മൾ ഒരുപാട് സംസാരിച്ചു. താന്ത്രികത്തിനെ പറ്റിയും വൈദികത്തിനെ പറ്റിയും എന്തായിരിക്കണം എന്താണ് എന്നുള്ളത് സംസാരിച്ചു. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ചണ്ടാള ബാബാജിയുടെ 41ാം ആഘോഷം. അത് എന്താണ്, എങ്ങനെയാണെന്ന് പറയാമോ? അതിനുശേഷം നമുക്ക് ഈ പറയുന്ന ഭാരതത്തിൻ്റെ താന്ത്രിക രീതി എന്താണെന്ന് സംസാരിക്കാം. ഓക്കെ, ഇതിൽ സന്തോഷം. അങ്ങനെയുമായിട്ട് വീണ്ടും ഇരിക്കാനും അതുപോലെ സംസാരിക്കാനും പറ്റിയ വലിയ സന്തോഷമുണ്ട്. പരാശക്തി അനുഗ്രഹിക്കട്ടെ. തീർച്ചയായും. അങ്ങയുടെ ചോദ്യം മഹാചണ്ടാള ജയന്തിയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. അതെ, മഹാചണ്ടാള ജയന്തി 41ാമത് ആഘോഷവർഷമാണ്. ഈ ഡിസംബർ 4 തൃശ്ശൂർ വെച്ചിട്ട് ആഘോഷിക്കുന്നത്. വിദ്യാപീഠത്തിലും അതുപോലെ തന്നെ അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ്. 3, 4, 5 ദിവസങ്ങളിലാണ്. ഡിസംബർ 3, 4, 5 അല്ല 4-ാം തീയതിയാണ് പൊതുവായിട്ട് സർവദർശന സമഭാവന മഹോത്സവം എന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ആശ്രമം മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു ദർശനമല്ല, ഈശ്വരീയമായി നന്മയിലേക്ക് നയിക്കുന്ന എല്ലാ ദർശനങ്ങളെയും സമമായി കാണണം. ഒന്നിലും ഏറ്റക്കുറച്ചിലെല്ലാം ലക്ഷ്യം ഒന്ന് തന്നെയാണ്, മാർഗം പലതാണ് എന്നാണ്. ഈ ചണ്ടാള ജയന്തി 41ാമത് ആഘോഷവർഷമാണ്. പലപ്പോഴും പലരും കരുതുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ആശ്രമത്തിൽ തന്നെ ശിഷ്യരും മറ്റുള്ളവരും കരുതുന്നത് തന്നെ നമ്മുടെ ജന്മദിനമാണെന്നാണ്. നമ്മുടെ ജന്മദിനം ആരും അറിയാണ്ട് വൃശ്ചികത്തിൽ അശ്വതി നക്ഷത്രത്തിൽ വളരെ സൈലൻ്റായിട്ട് ഒരു ദേവിക്ക് ഒരു നിവേദ്യമൊക്കെ സമർപ്പിച്ച് അങ്ങനെ വളരെ ചെറുതായിട്ട് ഒരുള്ള ചോറുന്നൊരു പരിപാടി മാത്രമേ ഉള്ളൂ. സാധാരണ ഉച്ചയ്ക്ക് ഭക്ഷണമില്ല, അന്ന് ഉച്ചയ്ക്ക് ഒന്ന് ചോറുന്നു. ഇതെന്ന് പറയണത് നമ്മൾ ഭഗവാൻ ശങ്കരാചാര്യ മനീഷാ പഞ്ചകം എടുത്ത് പറയുന്നുണ്ട്. ശങ്കരാചാര്യർ എഴുതിയിട്ടുള്ള മനീഷാ പഞ്ചകം. ശങ്കരാചാര്യരെ സഞ്ചരിക്കുമ്പോൾ മുന്നിൽ ഒരു ചണ്ടാളൻ വരുന്നതും ചിലപ്പോൾ സ്വന്തം പ്രതിബിംബമായിരിക്കാം, പക്ഷെ നമ്മൾ പറഞ്ഞ പ്രതിബിംബമൊന്നുമല്ല, അങ്ങനെ ഉണ്ടായെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ചണ്ടാളനുണ്ട്. അത് പറയാൻ കാരണം എന്താ വെച്ചാൽ വടക്കൻ കേരളത്തിൽ കണ്ണൂർ ഭാഗത്തൊക്കെ കെട്ടിയാടുന്നൊരു തെയ്യമാണ് പൊട്ടൻ തെയ്യം. അവിടുത്തെ തെയ്യങ്ങളുടെ ഒരു പ്രത്യേകത 99.99% അതൊക്കെ വെച്ചാൽ വീരപുരുഷന്മാരും നായികമാരുടെയും ഒക്കെ ഈ ആത്മാക്കളുമായി ബന്ധപ്പെട്ടതാണ്, വീരപുരുഷന്മാർ. അപ്പം എന്താ വെച്ചാൽ ചണ്ടാളൻ പൊട്ടൻ തെയ്യം അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു ചണ്ടാളനോട് വഴിമാറാൻ പറയുമ്പോൾ അപ്പോൾ ശങ്കരാചാര്യർക്ക് പോലും, ശങ്കരാചാര്യരുടെ ബ്രഹ്മസൂത്രം ഭാഷ്യമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഭഗവാൻ ശങ്കരാചാര്യരെ ആ ബ്രഹ്മസൂത്രത്തിൽ അപശൂദ്രാധികരണം എന്ന് പറഞ്ഞിട്ട് 36, 37, 38 സൂത്രങ്ങളുണ്ട്. അവിടെയൊക്കെ എന്താ വെച്ചാൽ ശൂദ്രന് വേദത്തിന് അധികാരം ഇല്ല എന്നുള്ളത് ശങ്കരാചാര്യ സമർത്ഥിക്കുകയാണ്. ശങ്കരാചാര്യ സമർത്ഥിച്ചതല്ല, പാദരായണം ചെയ്തിട്ടുള്ളതാണ് ബ്രഹ്മസൂത്രം എന്നാണ് പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ എന്താ വെച്ചാൽ ഈ ഭാഷ്യം ശ്രമിക്കുക, വിശദീകരിക്കുകയാണ്, സൂത്രത്തെ വിശദീകരിക്കുകയാണ് ശങ്കരാചാര്യ ചെയ്തിട്ടുള്ളത് ഗുരുവിൻ്റെ ഉപദേശപ്രകാരം. അപ്പോൾ അത് വിശദീകരിച്ച സമയം ശങ്കരാചാര്യ പല ഉദാഹരണങ്ങളോട് കൂടിയിട്ട് ശങ്കരാചാര്യനെ പറയുകയാണ് ശൂദ്രന് വേദാധികാരം ഇല്ല. എന്താ ഞാൻ ശൂദ്രോ സംസ്കാരമർഹതി എന്നാണ്. സംസ്കാരമർഹതി എന്ന് ശൂദ്ര ഏകജാതി എന്ന് പറയുന്നുണ്ട്. ശൂദ്ര ചതുർത്ഥവർണ്ണ, ശൂദ്രൻ ചതുർത്ഥവർണ്ണ, 4ാമത്തെ വർണ്ണമാണ് ശൂദ്രവർണ്ണമാണ്. ത്രൈവർണികർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ, 4ാമത്തെ വർണ്ണ ശൂദ്രന ശങ്കരാചാര്യ പറയുന്നു. കൂടാതെ എന്താ വെച്ചാൽ അത് ഏകവർണ്ണ എടുത്തു പറയാൻ കാരണം ദ്വിജത്വമില്ല, അല്ല ഏകജാതി എന്നാണ് പറഞ്ഞത്. ഏകജാതി എന്ന് എടുത്ത് പറയുന്നതിന് കാരണം ദ്വിജത്വമില്ല എന്നുള്ള, ദ്വിജത്വം ഉപനയനത്തിന് ശേഷം ഇപ്പോൾ ദ്വിജത്വം ഇല്ല. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ ശൂദ്രന് സംസ്കാരത്തിന് അർഹതയില്ല. സംസ്കാരം എന്ന് പറഞ്ഞാൽ ഉപനയനാദി സംസ്കാരത്തിന്, ഷോഡശംസ്കാരത്തിന് അർഹതയില്ല സ്വാഭാവികമായിട്ടും. അതുകൊണ്ട് ശൂദ്രന് വേദാധികാരം ഇല്ല എന്നുകൊണ്ട് വിദുരനെ വെച്ച് വ്യാസനെ വെച്ച് ഒക്കെ പറയുന്ന വെച്ചാൽ അതായത് ജാബാലിനെ വെച്ചിട്ടൊക്കെ ശങ്കരാചാര്യ സമർത്ഥിക്കുന്നുണ്ട് ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ സ്വാഭാവികം പറയാറുണ്ടല്ലോ മുക്കുവസ്ത്രീയുടെ മകനാണ് വ്യാസൻ. അത് ഭഗവാൻ തന്നെ ശങ്കരാചാര്യനെ പറയുന്നുണ്ട്, ഈ മുക്കുവസ്ത്രീയുടെ മകനല്ല. പിന്നെ അത് സത്യസന്ധമായിട്ട് നമ്മൾ തെറ്റിദ്ധാരണ ഉണ്ടാകാൻ പറ്റില്ല. നമ്മൾ ഈ സനാതനം ഫോളോ ചെയ്യുന്ന ആൾക്ക് മുക്കുവസ്ത്രീയുടെ മകനല്ല വ്യാസൻ. വ്യാസഭഗവാൻ കൃഷ്ണദ്വൈപായനൻ എന്ന് പറയുന്ന ഈ മത്സ്യഗന്ധിയുടെ സത്യവതിയുടെ പുത്രൻ. മത്സ്യഗന്ധി എന്ന് പറയുന്നത് അത് ദശോപചാരൻ എന്ന് പറയുന്ന ക്ഷത്രിയ രാജാവിൻ്റെ കുട്ടിയാണ്. ഈ മുക്കുവൻ എന്ന് പറയുന്ന അതിരഥൻ ഈ കുട്ടിയെ എടുത്തു വളർത്തിയിട്ടേ ഉള്ളൂ. മത്സ്യഗന്ധിക്ക് ഒരു സഹോദരനുണ്ട്, മത്സ്യൻ എന്നാണ് പറയുക. അത് ദശോപചാരൻ തന്നെയാണ് വളർത്തിയത്. പിന്നെ അച്ഛൻ പരാശരനാണ്. പരാശരൻ ശക്തി മഹർഷിയുടെയും അദൃശ്യന്തിയുടെയും പുത്രനാണ്. ശക്തി മഹർഷി എന്ന് പറഞ്ഞാൽ വസിഷ്ഠൻ്റെയും അരുന്ധതിയുടെയും പുത്രനാണ്. അപ്പോൾ ഇത് നമ്മൾ പറയല്ല. അപ്പം അങ്ങനെ പറഞ്ഞു വന്നിട്ട് ഇതൊരു ബ്രാഹ്മണനാണ്, അതുകൊണ്ടാണ് വ്യാസനും ഇതൊക്കെ കൈകാര്യം ചെയ്തതെന്ന് ശങ്കരാചാര്യ പറയുമ്പോൾ, അങ്ങനെയുള്ള ശങ്കരാചാര്യ സ്വാമികളുടെ മുന്നിലേക്ക് ചണ്ടാളൻ വരുമ്പോൾ അന്നത്തെ വ്യവസ്ഥ വെച്ചിട്ട് ചണ്ടാളിന് മുന്നിലേക്ക് വരാൻ പറ്റില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ശങ്കരാചാര്യരും കൂടെയുള്ളവരും വഴി മാറാൻ പറയുമ്പോൾ ചണ്ടാളൻ ചോദിക്കും ആരാണ് വഴി മാറേണ്ടത്. ഇത് പിന്നെ എല്ലാവർക്കും ആണ് കാര്യം, ഈ കഥ പലരും കേട്ടിട്ടുണ്ടാവും. ആരാമാണ്ട് എന്താ മാറേണ്ടത് ചോദിച്ച് മറു ചോദ്യങ്ങളെ കൊണ്ട് ചണ്ടാളൻ കുറേ ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ ആ സമയത്ത് ശങ്കരാചാര്യർക്ക് ബോധ്യമാണ് തന്നിലും അപ്പുറത്ത് നിൽക്കുന്ന ചണ്ടാളെ സ്ഫുരിക്കുന്നത് ഒരേ ചൈതന്യമാണ്. ഈ ഭേദബുദ്ധി തെറ്റാണ്. അദ്വൈതം നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ മറിച്ച് അദ്വൈതം നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന ഭഗവാൻ ശങ്കരാചാര്യർക്ക് ബോധ്യമാവുകയും ചണ്ടാളിനെ നമസ്കരിക്കുകയാണ്. എന്നിട്ട് ചണ്ടാളോസ്തു സദുജോസ്തു ഗുരുത്തിഷ മനീഷ മമ, ശങ്കരാചാര്യൻ്റെ വാക്കുകളാണ് നമ്മൾ പറഞ്ഞത്. ചണ്ടാളനാവട്ടെ ആരുമാകട്ടെ, ബ്രാഹ്മണനും ആരുമാകട്ടെ, അറിവ് നൽകുന്ന അറിവിരിക്കുന്ന എല്ലാവരും ഗുരുവാണ്. അതുകൊണ്ട് ഈ അറിവ് എനിക്ക് പകർന്നു അങ്ങും എനിക്ക് ഗുരുവാണ്. ശങ്കരാചാര്യസ്വാമികൾ വന്ദിക്കുകയാണ്. പക്ഷേ ശങ്കരാചാര്യസ്വാമികൾ വന്ദിച്ചിട്ടും കാലങ്ങൾ എത്ര കഴിഞ്ഞിട്ടും ശങ്കര പരമ്പരക്കാർക്കും ആ ശങ്കര അദ്വൈതം പറയുന്നവർക്കോ ആർക്കും തന്നെ ഈ ചണ്ടാള സങ്കല്പത്തെ അല്ലെങ്കിൽ ആ ഒരു ദർശനങ്ങളെ വന്ദിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പം അതുകൊണ്ട് ആ ചണ്ടാളിനെ സ്മരിച്ചുകൊണ്ട് 41 വർഷമായിട്ട് ആചരിച്ച് വരുന്നു, ചെറിയ രീതിയിൽ ആചരിച്ച് ഇന്നിപ്പോൾ നല്ല രീതിയിൽ കുറച്ച് അത്യാവശ്യം തിരക്കടില്ലാണ്ടായി. അതാണ് ഈ ചണ്ടാള ജയന്തി, മഹാചണ്ടാള ജയന്തി. പക്ഷെ എന്താ വെച്ചാൽ നമ്മുടെ ജന്മദിനത്തോട് അടുപ്പിച്ച് വരുന്നത് കൊണ്ടും നമ്മളിതിങ്ങനെ നടത്തണമെന്ന് ഉദ്ഘോഷിച്ചത് കൊണ്ടും പലപ്പോഴും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് വരികയാണ്. ആ ചണ്ടാളൻ്റെ ആ പറയപ്പെടുന്ന ഭഗവാൻ ശങ്കരാചാര്യയുടെ മുന്നിൽ വന്ന ആ ചണ്ടാളൻ്റെ അവതാരമായിട്ട് തന്നെയാണ് നമ്മളെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ നമ്മളെ കാണുന്നത്. അങ്ങനെയാണ് നമ്മൾ പാണിലോ കാണുക. വെച്ചാൽ എപ്പോഴും ഭഗവാൻ കൃഷ്ണൻ തന്നെ പാണ്ട് എവിടെ ജ്ഞാനം ഇരിക്കുന്നോ ചൈതന്യം ഇരിക്കുന്നോ അതൊക്കെ ഞാൻ തന്നെ, അങ്ങും ഭഗവാനാണ് നമ്മളും ഭഗവാനാണ്. ഇതാണ് നമ്മുടെ സങ്കല്പം. അല്ല ഒന്നും ഭേദമില്ല. ഷൂട്ട് ചെയ്യുന്ന ആളുകൾ പോലും ഈശ്വരൻ തന്നെയാണെന്നാണ്. അപ്പോൾ എന്താ വെച്ചാൽ അങ്ങനെ ആ സങ്കല്പത്തിൽ കാണുമ്പോൾ ഇതോട്ട് റിലേറ്റഡ് വരികയാണ്. അപ്പോൾ എന്താണ് നമ്മളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മുടെ ജന്മദിനം തൊട്ടിട്ടാണ് ഇത് എടുക്കുന്നവർ. അപ്പം 41 വർഷമായിട്ട് ആചരിച്ച് വരുന്നു. അതിനു മുമ്പേ ഉണ്ട്. അപ്പോൾ ശങ്കര ജയന്തി പോലെ തന്നെ ചണ്ടാള ജയന്തിയും ആഘോഷിക്കപ്പെടുകയും ഈ ഭേദബുദ്ധി ഇല്ലാതാവുകയും ചെയ്യണമെന്നൊരു ഉദ്ദേശത്തിലാണ് ചണ്ടാള ജയന്തി ആഘോഷിക്കുന്നത്. വളരെ സന്തോഷം ബാബാജി. താങ്കൾ പറഞ്ഞതിൽ എന്താ പറയുക, ആ ഒരു ചണ്ടാള ബാബ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വളരെ ക്ലിയറാണ്. താങ്കൾ പറഞ്ഞതുപോലെ എല്ലാവരും ആത്മാക്കളാണ്, എല്ലാവരും ദൈവിക ചൈതന്യമുള്ള ശിവൻ്റെ ഓരോ അംശങ്ങളാണ്. താങ്കൾക്കും ഇവിടെ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു കൺസെപ്റ്റ് വളരെ ക്ലിയറായി. അടുത്തതിലേക്ക് വരാം. താങ്കളുടെ ഇൻവിറ്റേഷൻ കിട്ടിയപ്പോൾ വളരെ സന്തോഷത്തോടെ ഞാൻ സ്വീകരിച്ചു. അപ്പോൾ അതിൽ നമജീവായ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരുന്നതിന് മുൻപായിട്ട് മാത്രമല്ല കേട്ടോ, ആ എമ്പളം ഞങ്ങൾ ഓം എന്ന സംസ്കൃത അക്ഷരം വെക്കാറില്ല. ഇത് നമുക്ക് ദർശനം കിട്ടിയിട്ടുള്ള ഓം എന്നുള്ള ആദി ഭാഷയാണ്. ഇത് ഓം എന്ന് പറയാനും പല ഓം എന്ന് പറയണം എന്നാണ് കണ്ടീഷൻ. മനസ്സിലായി. വളരെ സന്തോഷം. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.